നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മാർച്ച് മാസം 1-ാം തീയതി, 1200-ാം ആണ്ട് കുംഭമാസം 17-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. മാത്രമല്ല പൂരുരുട്ടാതി നക്ഷത്രമാണ്. ശനിയാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, ശനി എന്ന് പറയുമ്പോൾ ശനിക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ദിവസമാണ്. ശനിയെ വിളിക്കുന്നത് തന്നെ മന്ദൻ എന്നാണ്. മന്ദൻ്റെ ദിവസമാണ്. ശനി എന്ന് പറയുന്ന ഗ്രഹം ശരിക്ക് നെഗറ്റീവ് എനർജി കൂടുതലുള്ള ഗ്രഹമാണ്. കാരണം ഒരാളിൻ്റെ പാപകർമ്മങ്ങളെ കുറയ്ക്കുന്നവനാണ് ശനി. അപ്പോൾ നമ്മൾ ചെയ്ത പാപകർമ്മങ്ങളെ കുറയ്ക്കുന്നവനാണ് ശനി. അതുകൊണ്ടാണ് നമ്മൾ ശനിയെ പേടിക്കണം. നമുക്കെല്ലാം പാപകർമ്മങ്ങളുണ്ട്, നമ്മളെല്ലാം പാപികളാണ്. അതുകൊണ്ടാണ് നമ്മൾ ശനി വരുന്നു എന്ന് പറയുമ്പോൾ പേടിക്കണം. അല്ലാത്തവരെ ശനി ഒന്നും ചെയ്യില്ല. അപ്പോൾ നമ്മളെല്ലാം പാപികളാണ്. ക്രിസ്തുദേവൻ തന്നെ പറഞ്ഞു, പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. പാവം ചെയ്യാത്തവരാരും ഇല്ലായിരുന്നു, അപ്പോൾ ആരും കല്ലെറിഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെ ശനിയെ നമ്മളെല്ലാം ഭയക്കുന്നു. പാപികൾ മാത്രം ശനിയെ ഭയന്നാൽ മതി. അപ്പോൾ നമുക്കെല്ലാം പാപകർമ്മങ്ങൾ, നമ്മൾ എന്തെങ്കിലും ചെയ്ത കർമ്മഫലങ്ങൾ നെഗറ്റീവായി കിടക്കുന്നതുകൊണ്ടാണ് ശനി വരുന്നു എന്ന് പറയുന്ന ദിവസം നമ്മൾ പേടിക്കണേ. അതുകൊണ്ട് പാപകർമ്മം ചെയ്യാത്തവരൊന്നും പേടിക്കണ്ട. ഈ ശനി ദിവസം എന്ത് കാര്യവും ചെയ്യാം. അല്ലാത്തവർ സൂക്ഷിക്കണം. കാരണം തടസ്സത്തെ കൊടുക്കും. മന്ദൻ എന്ന് പറയുമ്പോൾ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേയിലൂടെ. പൂരുരുട്ടാതി നക്ഷത്രം, കുംഭമാസത്തിലെ പൂരുരുട്ടാതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വർഷമല്ല. കുറച്ചേറെ കഷ്ടതയേറിയ കാലഘട്ടമായിരിക്കും. കാര്യങ്ങളെല്ലാം മന്ദഗതിയിലേ പോകത്തുള്ളൂ. എല്ലാത്തിനും തടസ്സം ഉണ്ടാവും, എല്ലാത്തിനും ഡിലേ വരും. അതുപോലെ തന്നെ വാഹനമൊക്കെ ഓട്ടിക്കുന്നിടത്ത് സൂക്ഷിക്കണം ശനിയിൽ. ഈ ഒരു വർഷക്കാലം വീഴ്ച, ചതവ്, മുറിവ് ഒക്കെ ഉണ്ടാക്കും. അതുപോലെ മുണ്ടിയാണ് ശനി. മുണ്ടി ഉണ്ടാകുന്ന കാലിന് എന്തെങ്കിലും രീതിയിൽ മുണ്ടലുണ്ടാക്കും. അതുപോലെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. മനസ്സമാധാനം കുറയും. ശാരീരിക പ്രശ്നങ്ങൾ വർദ്ധിക്കും. മറ്റുള്ളവരിൽ നിന്ന് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ നമുക്ക് നേരിടാനിട വരും. ഇതൊക്കെ വരുന്ന സമയമാണ് ശനിയുടെ ബന്ധം നിൽക്കുന്ന കാലഘട്ടം. അതുകൊണ്ട് നിങ്ങൾ ഇതിന് പരിഹാരമായി ശനി കവചം കെട്ടിയിട്ടോളണം ഒരു വർഷത്തേക്ക്. ശനിയുടെ കവചം എന്ന് പറയുന്നത് ശനീശ്വര യന്ത്രം. ശനീശ്വര യന്ത്രം ഈ തടസ്സമോ സാമ്പത്തിക നഷ്ടമോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കെട്ടിക്കൊള്ളണം. ഇത് ദേഹത്തോ ശരിക്ക് നമ്മളെ ശരീരത്തിലോ പേഴ്സിൽ വച്ചിരുന്നാലും നമുക്കത് നമ്മൾ പോകുമ്പോൾ കൂടെ കൊണ്ട് നടക്കുന്നത് കൊണ്ട് നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ട് അതിൻ്റെ എനർജി കിട്ടും. അതുപോലെ ഇന്ന് ശനിയാഴ്ച ദിവസം നല്ല ദിവസമല്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിച്ചായിരിക്കണം ഓരോ കാര്യത്തിന് പോവേണ്ടത്. അപ്പോൾ തടസ്സം വരാതിരിക്കാൻ വേണ്ടി രാവുകാല സമയം നോക്കി പോകണം. 9 മണി മുതൽ 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 9 മണിക്കല്ല രാവുകാലം വരുന്നത്. രാവുകാല സമയം ആരംഭിക്കുന്നത് 9:40 തുടങ്ങുകയുള്ളൂ. 9:40 തൊട്ട് ആണ് രാവുകാലം തുടങ്ങുന്നത്. 11 മണി 8 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ രാവുകാല സമയം നോക്കി വേണം ഓരോ യാത്ര, അല്ലെങ്കിൽ തടസ്സം ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ രാവും കൂടി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോയാൽ തടസ്സം ഇരട്ടിക്കും. അതുപോലെ യമകണ്ഠ കാല സമയവും ഗുളിക കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് ഗുളിക കാല സമയം വരുന്നത് 6:42 തൊട്ട് 8:11 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 2 മണി 6 തൊട്ട് 3 മണി 34 വരെയുമാണ്. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നൊരവസ്ഥ വരികയാണെങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്തം എടുക്കുക. 12:13 തൊട്ട് 1 മണി 1 വരെയാണ്. ഇതിനിടയ്ക്കൊരു 4 മിനിറ്റ് നേരം കൊള്ളത്തില്ല. പോയിട്ട് 44 നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. കാരണം ശനിയുടെ എനർജി നിൽക്കുന്ന സമയമാണ്. പ്രപഞ്ചത്തിൽ ശനിയുടെ ചൈതന്യം നിൽക്കുന്ന സമയമാണ്. ഈ ചൈതന്യം
പോസിറ്റീവായിട്ട് നമുക്ക് ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കറുപ്പോ നീലയോ കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായിരിക്കും. ഇല്ലെങ്കിൽ മങ്ങിയ കളറുകൾ ധരിക്കാൻ, ശുഭ്രവസ്ത്രങ്ങൾ അത്ര നല്ലതല്ല ശനിക്ക്. അല്ലെങ്കിൽ കറുത്ത പൊട്ട് തൊട്ട് പോകുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും ശനീശ്വരൻ്റെ പിടിയിൽ നിന്ന് രക്ഷയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.